ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് ബേസിക്സ് ആണ് സ്ട്രോങ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാം ഹൈ പേ ജോബ്സ് ആണ്. ഡാറ്റ സയൻറ്റിസ്റ്റ്, അനലിറ്റിക്സ്, വെബ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, റോബോട്ടിക്സ്, ഏത് ഫീൽഡിലോട്ടും പോവാം. എല്ലാം ഹൈ പേ ജോബാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്സിൽ ഈ വീഡിയോയിൽ പൈത്തൻ്റെ ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ക്രീനിലോട്ട് പോവാം. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇക്വേഷൻ തന്നെ പറയാം. വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എക്സ് അസൈൻ 10 ഡാറ്റ, എക്സ് വേരിയബിൾ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ തന്നെ ഉണ്ട്. നമ്മൾ ഈ വേരിയബിൾസിനെയും ഡാറ്റനെയും ഓപ്പറേഷൻസ് നടത്താനാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേരിയബിൾ ആയിട്ടുള്ള എക്സിനെയും വൈനെയും അഡിഷൻ ചെയ്യാനോ സബ്സ്ട്രാക്ഷൻ ചെയ്യാനോ ഡിവിഷൻ ചെയ്യാനോ, അല്ല ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നോക്കുക. ഇങ്ങനെ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഇത് ചെയ്യാൻ. അതാണ് വേരിയബിൾസ്. ഇനിയിപ്പോൾ നമുക്ക് ഡാറ്റ എത്ര 10, 20, 30 ഇത് നമ്മൾ പ്ലസ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത്, എക്സ് അസൈൻ അല്ലെ എക്സ് ഈക്വൽ ടു വൈ. ഇപ്പൊ എക്സും വൈ ഈക്വൽ ആണ്, ഒരു കമ്പാരിസൺ ചെയ്തു. കമ്പാരിസൺ ഇപ്പൊ നോക്കണ്ട, ചെയ്തു. അപ്പൊ എന്താ, നമ്മൾ വേരിയബിൾസിനാണ് ഇവിടെ ചെയ്തത്. എം അസൈൻ എക്സ് പ്ലസ് വൈ. ഇവിടെ നമ്മൾ വേരിയബിൾ തമ്മിലാണ് പ്ലസ് ചെയ്തത്. ഇവിടെ ആൻസർ വരുന്നത് 10 + 20 ആണെങ്കിൽ വേരിയബിൾസിനാണ് സം ചെയ്തത്. ഇനി നമ്മൾ വരുന്ന അടിയിൽ 10 + 6 ടോട്ടലിലോട്ട് അസൈൻ ചെയ്തു. 10 പറയുന്നത് ഡേറ്റയാണ്, 6 എന്ന് പറയുന്നത് ഡേറ്റയാണ്. അപ്പൊ ഡേറ്റകൾ തമ്മിൽ വേരിയബിൾ തമ്മിലോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ സിമ്പിൾ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ ഇതിന് ഒഴിവാക്കിയിട്ടുണ്ട്, കൺഫ്യൂഷൻ വരാതെ. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് നോർമൽ കേസിൽ. അപ്പൊ ഒന്നാമത് നമുക്ക് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്നതാണ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണൻസിയേഷൻ. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ എ ഫസ്റ്റ് അഡിഷൻ എടുക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞോ, എ 10 ആണ്, ബി 20 ആണ്. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഹോസ്പോണ്ടർ ആയിക്കോളൂ. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്ര 10 + 20 ആൻസർ റിസൾട്ടിൽ വരുന്നുണ്ടാവും. സെയിം തന്നെയാണ്, 10 + 20 30. പക്ഷെ നമ്മൾ ഡാറ്റക്ക് പകരം ഇവിടെ വേരിയബിൾ ആണ് ചെയ്യുന്നത്. ഇവിടെ പ്രിന്റ് റിസൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 30 വരും. ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ, നമുക്ക് കോഡിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ, എക്സ് അസൈൻ 10, വൈ അസൈൻ 7, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എം എന്നൊരു ഇതിലോട്ട് എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാണ്. നമ്മൾ എമ്മിനാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയല്ലോ. കാരണം എന്താണ്, ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ വേരിയബിൾസിന്റെ റൂൾ പറയുമ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സ്മോൾ എം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ സ്മോൾ എം തന്നെ പ്രിന്റ് ചെയ്യണം. സ്മോൾ എം എത്ര 10 + a 17 വന്ന ആൻസർ. ഇനിയിപ്പോ ഞാൻ അതേമാതിരി ഇതിപ്പോ എന്താ പറയാ, വേരിയബിൾ മേലാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തിയത്. ഇനി ഇപ്പൊ ഞാൻ പ്രിന്റ് നേരിട്ട് പ്രിന്റ് ചെയ്യാണ് 10ഉം 7ഉം. 10 വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. ഒരു എച്ച് എന്ന വാല്യൂലോട്ട് 10 + 8 എന്താ പറയാ, 10 + 8 എച്ചിലോട്ട് അസൈൻ ചെയ്തു. പ്രിന്റ് ചെയ്യുമ്പോ എത്ര, ഈ ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ ഡാറ്റയിലാണ്. അതാണ് വേരിയബിൾ വേറെ ഡാറ്റ വേറെ, കൺഫ്യൂഷൻ വരില്ല. അപ്പൊ നമ്മളിവിടെ അഡിഷൻ ചെയ്തു. ഇനി നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ സെയിം തന്നെ, എക്സ് എന്ത് ചെയ്തു, ഒരു 10 എടുത്തു, വൈ എന്ത് ചെയ്തു, ഒരു 8 എടുത്തു. ഓക്കെ, അപ്പൊ എ ഇവിടെ ഒരു 100 ഉണ്ട്, ബി 20 ഉണ്ട്. അപ്പൊ റിസൾട്ടിൽ എന്താ സ്റ്റോർ ചെയ്തത്, എ മൈനസ് ബി. എ സബ്സ്ട്രാക്ട് ചെയ്തു ബി. അപ്പൊ 100 - 20 80. അപ്പൊ റിസൾട്ടിൽ പ്രിന്റ് ചെയ്ത് 80. അപ്പൊ അതേപോലെ ഇവിടെ എക്സാമ്പിൾ, എക്സിന് 10 എടുത്തു, വൈന് 8 എടുത്തു. അതിനുശേഷം എമ്മിലോട്ട് എന്ത് ചെയ്തു, നമ്മൾ എക്സ് മൈനസ് വൈ കൊടുത്തു. അത് 10 - 8 എമ്മിൽ ഉണ്ടാവണം. അങ്ങനെ ആൻസർ 2 ആയിരിക്കണം. പ്രിന്റ് ചെയ്യാണ്, എം ആൻസർ 2 വന്നു. സെയിം നമുക്ക് ഡാറ്റ വെച്ചും ചെയ്യാം. 10 - 8 നേരിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നേരിട്ട് ഇവിടെ 10 - 8 പ്രിന്റ് ചെയ്യാം, അപ്പോൾ 2 വരും. ഡാറ്റയുടെ വേരിയബിളും ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. സെയിം, എ ബി 10 × 10. 10 × 10 എന്ന് പറയുമ്പോൾ 100. അപ്പൊ ആ റിസൾട്ടിൽ 100 ഉണ്ടാവും. നമ്മൾ ചെയ്ത് നോക്കുന്നില്ല, സെയിം തന്നെ. എ × ബി കൊടുക്കുക. ഇവിടെ നമ്മൾ എക്സ് കൊടുത്തു, വൈ എക്സ് × ബി ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാൽ മതി, എക്സ് × വൈ ആണല്ലോ. എക്സ് × വൈ എന്ന് പറയുമ്പോൾ നേരിട്ട് തന്നെ പ്രിന്റ് ചെയ്യണം. 10 × 80 വരും. 10 × 8 80. എക്സ് × വൈ. അതേമാതിരി എ × ബി എന്ന് പറയുമ്പോൾ 10 × 10. ഇനി നമുക്ക് ഡിവിഷൻ.
അപ്പോൾ എ വരുന്നത് 10, ബി വരുന്നത് 10. അപ്പോൾ എ ഡിവിഷൻ ബൈ ബി എന്ന് പറയുമ്പോൾ 10/10 1. പക്ഷെ ആക്ച്വലി ഇവിടെ 1 എന്ന ആൻസർ അല്ല നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ വരിക 1.0 വരും. അപ്പോൾ നമുക്കൊരു ആൻസർ വരേണ്ടത് 5 ആണെങ്കിൽ 5.0, 4.0, 4.8, 3.3. എപ്പോഴും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ് തരിക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ റൗണ്ട് ചെയ്തോ സിംഗിൾ ഡിജിറ്റ് മതി. അതിനാണ് നമ്മൾ ഫ്ലോർ ഡിവിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിവിഷനും ഫ്ലോർ ഡിവിഷനും ഉള്ള ഡിഫറൻസ് അതാണ്. പോയിന്റ് വേണമെങ്കിൽ ഡിവിഷൻ ഉപയോഗിക്കുക, പോയിന്റ് വേണ്ടെങ്കിൽ ഫ്ലോർ ഡിവിഷൻ ഉപയോഗിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ എ വരുന്നത് 10 ബി വരുന്നത് 3. അപ്പം ഞാൻ പ്രിന്റ് ചെയ്ത് നമ്മൾ നേരിട്ട് തന്നെ പ്രിന്റ് ചെയ്യുമല്ലോ. 10 ഡിവിഷൻ അല്ല എ ഡിവിഷൻ ബി. ഞാൻ വേറൊരു വേരിയബിളോട് സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്താ എം അസൈൻ എ ഡിവിഷൻ ബി എന്ന് കൊടുക്കുക. എന്നിട്ട് എമ്മിന് പ്രിന്റ് ചെയ്യുക. അത് ഞാൻ ചെയ്യാതെ നേരിട്ട് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയാ ഒരു ട്യൂട്ടോറിയലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യല്ലേ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എ ഡിവിഷൻ ബി 3.333 പറഞ്ഞ വാല്യൂ വന്നത്. ഇതേ സംഭവം ഞാൻ പ്രിന്റ് എ ഡിവിഷൻ ഉള്ളത് എ ഫ്ലോർ ഡിവിഷൻ ആക്കിയാൽ ജസ്റ്റ് 3 ആൻസർ വന്നു. ഇതാണ് ഒരു ഡിഫറൻസ്. എന്താ പറയാ ഡിവിഷൻ ഫ്ലോർ ഡിവിഷൻ. ആ ഒരു കൺഫ്യൂഷൻ മാറല്ലോ. നമുക്കുള്ളത് മോഡുലസും എക്സ്പൊണൻസിയേഷനാണ്. മോഡുലസ് എന്ന് പറയുന്നത് നമുക്ക് ഇതാ ഓക്കെ ഇത് ഫ്ലോർ ഡിവിഷൻ ആണ് ഈ സ്ക്രീനിലുള്ള. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എ വരുന്നത് 10, ബി വരുന്നത് 3. നോർമൽ കേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.33 വാല്യൂ വരും. നോർമൽ ഡിവിഷൻ നമ്മൾ ഫ്ലോർ ഡിവിഷൻ ആയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മൗസ് പോയിന്റ് നോക്കണം. എന്താ പറയാ ഫ്ലോർ ഡിവിഷൻ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 10/3 ആൻസർ 3 വരും. പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ പോയിന്റ് വേണോ പോയിന്റ് വേണ്ട നമ്മൾ തീരുമാനിച്ചിട്ട് ഡിവിഷൻ ഉപയോഗിക്കും. ഫ്ലോർ വേണോ ഫ്ലോർ ഡിവിഷൻ വേണോ നോർമൽ ഡിവിഷൻ വേണം. ഇനി വരുന്നത് നമ്മളെ മോഡുലസ് ആണ്. ലാസ്റ്റത്തെ 2 മോഡുലസ്. മോഡുലസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിക്കണേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. നമുക്ക് ബാക്കി വരുന്നത് ഇപ്പോൾ നമ്മളൊരു 11 ആളുകളുള്ളൊരു 11 ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് 2 ടീമായി ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ നോർമലി എന്താ ചെയ്യുക 5 ആൾക്കാരുടെ ടീം 5 ആൾക്കാരുടെ ടീമിൽ വരും. ബാക്കി ഒരാളുണ്ടാവും. എന്നിട്ട് നമ്മൾ നോർമലി കളിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ഏതെങ്കിലും ഒരു ടീമിലോട്ട് മൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതേമാതിരി തന്നെ ആ 5 ആൾക്കാരുടെ ടീം 5 ആൾക്കാരുടെ ടീം ബാക്കി ഒന്നുണ്ടല്ലോ. ആ ബാക്കി വരുന്നതിനാണ് നമ്മൾ മോഡുലസ് ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ പ്രാക്ടിക്കൽ വരികയാണെങ്കിൽ എന് 10ഉം ബിന് 3. അപ്പൊ നമ്മൾ എന് 3 മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 1 ഔട്ട്പുട്ടിൽ വരിക. ഒന്ന് ചെയ്ത് നോക്കാം. എ വരുന്നത് 10, ബി വരുന്നത് 3. നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എ മോഡുലസ് ബി. നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് വരുന്നത് സിമ്പിൾ വരുന്നത് എ മോഡുലസ് ബി. ആൻസർ വന്നത് 1. മനസ്സിലായില്ല? അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ആ എക്സ്ട്രാ സിസ്റ്റം ബാക്കി വരുന്നത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക മോഡുലസ് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ കോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂന്റെ ബാക്കി വരുന്ന എന്താ പറയുക അതിന് ബാക്കി വരുന്ന വാല്യൂ എടുക്കേണ്ട സിറ്റുവേഷൻ വരും മോഡുലസ്. ആ സമയത്ത് നമ്മൾ മോഡുലസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തും. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നത്. സിമ്പിൾ ആണ്. ജസ്റ്റ് മോഡുലസ് കൊടുക്കുക, ബാക്കി വരുന്നത് കണ്ടെത്തുക. ആ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2x2 പറഞ്ഞ് ജസ്റ്റ് ആണ് മൾട്ടിപ്പിൾ ചെയ്യും. പക്ഷെ എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുമ്പോൾ 2 സ്റ്റാർ ആണ് ഇവിടെ കൊടുക്കുക. ഈ 2 സ്റ്റാർ ഒരു എക്സാമ്പിൾ എടുത്തോ. 2 മൗസ് പോയിന്റർ നോക്കണം. സ്റ്റാർ ഒരു 2 വെച്ച് കഴിഞ്ഞാൽ ആ 2നെ നമ്മൾ വീണ്ടും വീണ്ടും ഗുണിക്കുകയാണ്. എത്ര വെട്ടം എന്നുള്ളത് ആ ലാസ്റ്റിൽ പറയുന്ന 2 കൺസിഡർ ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 2 സ്റ്റാർ 3. അതിന് അർത്ഥം എന്താ കഴിഞ്ഞാൽ 2നെ 3 വട്ടം ഗുണിക്കുക. 2 × 2 × 2 ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് ഇങ്ങനെ പോകും. വീണ്ടും വീണ്ടും ഗുണിച്ചുകൊണ്ട് പോകും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ 6 വെച്ച് കഴിഞ്ഞാൽ 6 വട്ടം 5നെ ഗുണിക്കുക. വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ ഗുണിച്ചുകൊണ്ട് കണ്ടത് ലാസ്റ്റ് പറയുന്ന വാല്യൂ അത്രയും ടൈംസ് ഗുണിക്കുക. അപ്പൊ 5നെ ഇവിടെ 6 വട്ടം ചെയ്ത് 1 2 3 4 5 6. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് 5 × 5 ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യും 25 വരും. അതിന് പകരം നമ്മൾ 2 സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന വാല്യൂ നമുക്ക് ഇവിടെ ഉള്ള ആൻസർ 6 വട്ടമാണ്. നമുക്ക് എന്ത് ചെയ്യാം 6 വട്ടം പ്രിന്റ് ചെയ്യാം.
അപ്പം നമുക്ക് വന്നിട്ടുണ്ട് 15 156 25 ഉണ്ടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ടൈംസ് നമ്മൾ അതിന് ഗുണിച്ചു നോക്കും. 5 ഇൻറ്റു 5 ഇൻറ്റു ഇവിടെ നമ്മൾ ഒറ്റ വട്ടമല്ലേ ചെയ്തത്, ഇവിടെ 6 വട്ടം ചെയ്യാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു അത് 6 വട്ടങ്ങൾ ചെയ്യും. അതാണ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ അത് സിമ്പിൾ ആണല്ലോ. അഡിഷൻ ചെയ്യുക, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പോയിന്റ് വേണമെങ്കിൽ ഫ്ലോ ഡിവിഷൻ, സിസ്റ്റം വേണമെങ്കിൽ മോഡുലസ്, മീൻസ് ബാക്കി വരുന്ന വാല്യൂ വേണമെങ്കിൽ മോഡുലസ്, എന്താ പറയുക, അത്രയും ടൈംസ് ഗുണിക്കണമെങ്കിൽ എക്സ്പോണൻസിയേഷൻ ഉപയോഗിക്കുക. ഇതാണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് ഇനി ഡൗട്ട് ഉണ്ടാവില്ലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ ആ ലാസ്റ്റത്തൊക്കെ മേ ബി ഒരു കൺഫ്യൂഷൻ വരുള്ളൂ. അത് കൂടുതൽ ടൈം ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാക്കി പറയട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്പറേറ്റേഴ്സ്, ഇപ്പോൾ നമ്മളിവിടെ ഓപ്പറേറ്റേഴ്സിനെ ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഓപ്പറേറ്റേഴ്സ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന ഒരു കാര്യം അസൈൻ, എക്സ് അസൈൻ വാല്യൂ, ആ സെയിം സാധനം തന്നെ. അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഉണ്ട്. അത് സിമ്പിൾ അസൈൻമെന്റ് ആണ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുവരെ യൂസ് ചെയ്ത എക്സ് അസൈൻ ഒരു നമ്പർ, എക്സ് അസൈൻ 5 4, അതാണ് സിമ്പിൾ അസൈൻമെന്റ്. നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസൈൻമെന്റ് ഉണ്ട്. ആഡ് ആൻഡ് അസൈൻ. ആഡ് ആൻഡ് അസൈൻ ആ വേർഡ് തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. അത് ഒറ്റ വേർഡ് തന്നെ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യവും മനസ്സിലാവും. ആദ്യം ആഡ് ചെയ്യുക, അതിനുശേഷം അസൈൻ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ എക്സ് പ്ലസ് അസൈൻ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലോട്ട് 5 കൂട്ടിയിട്ട് ആ വാല്യൂവിനെ ആ എക്സിലോട്ട് അസൈൻ ചെയ്യുക. അപ്പൊ എക്സ് 5 ആണെന്ന് അസ്യൂം ചെയ്തോളി. അങ്ങനെയാണെങ്കിൽ എക്സിലോട്ട് 5 കൂട്ടിയാൽ എത്രയായി 10. അപ്പൊ എത്രയായി എക്സ് പ്ലസ് അസൈൻ 5 എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു ആൻസർ. ചെയ്തു നോക്കാം. എക്സ് 10 ആണ് വിചാരിച്ചോളി. ഞാൻ എക്സിലോട്ട് 5 കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞാൽ നമ്മൾ പ്ലസ് ആണ് ഉപയോഗിക്കല് കൂട്ടാൻ. അപ്പൊ എന്ത് ചെയ്തു, ആ അഡിഷനും വേണ്ടി നമ്മൾ 5 ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളൊരു കാര്യം പറഞ്ഞു, അത് എക്സിലോട്ട് അസൈൻ ചെയ്യണം. ഇപ്പോ എക്സ് എടുത്തിട്ട് എക്സ് അസൈൻ എക്സ് പ്ലസ് 5, ഇതെന്താണ്, ആ എക്സ് എത്ര ഇവിടെ 10, 10 പ്ലസ് 5, 10 പ്ലസ് എത്ര 5 15. ആ 15നെ എക്സിലോട്ട് സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മൾ അതേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വാല്യൂ പോയിട്ട് പുതിയ വാല്യൂ വരും. അപ്പൊ എക്സ് 10 ആണ്, ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 15 ആവും. അപ്പൊ ഇവിടെ ശരിക്കും നടക്കുന്നത് എന്താണ്, ആദ്യം നമ്മൾ 10നെ എക്സിലോട്ട് അസൈൻ ചെയ്യും. അതിനുശേഷം ആ എക്സിന്റെ കൂടെ ഒരു 5 കൂട്ടും. അപ്പൊ എത്ര 15. ആ 15നെ വീണ്ടും എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിനെ റീപ്ലേസ് ചെയ്ത് കാണ്ട് ഈ വാല്യൂ വരും. ആ എക്സ് പ്ലസ് 5 അപ്പൊ 15. ഇപ്പോ ഞാൻ ഇത് ആഡ് ചെയ്യാണ്. ഇപ്പൊ ഞാനിവിടെ എക്സ് പ്രിന്റ് ചെയ്തു. ഇപ്പൊ 10 അല്ല വന്നത്. ഇനി എക്സ് അസൈൻ എക്സ് പ്ലസ് 5, അതിനുശേഷം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്താ വരിക 15. കാരണം 10 പ്ലസ് 5 അസൈൻ ചെയ്യുന്നത് എന്തിലോട്ടാ എക്സിലോട്ട് 15. ഇപ്പൊ എക്സ് 15 ആയി. സംഭവം മനസ്സിലായില്ലേ? ഇനി സെയിം സാധനം തന്നെ മൈനസ് ആഡ് ആൻഡ് അസൈൻ കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് സബ്സ്ട്രാക്ട് ആൻഡ് അസൈൻ. സബ്സ്ട്രാക്ട് ആൻഡ് അസൈൻ എന്താ, കുറച്ചിട്ട് അതിലോട്ട് അസൈൻ ചെയ്യുക. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളെ എക്സ് എത്ര 15 അല്ലേ, അതിലോട്ട് നമ്മൾ എക്സ് അസൈൻ എക്സ് മൈനസ് 5, 15ന്ന് 5 കുറച്ചിട്ട് എക്സിലോട്ട് അസൈൻ ചെയ്യാന്ന് പറഞ്ഞ എത്രയായി. ഇപ്പൊ പ്രിന്റ് ചെയ്യുക, എക്സ് പ്രിന്റ് ചെയ്ത് നോക്കാം. എത്ര മുകളിൽ എത്ര നമ്മളെ എക്സ് എത്ര 15. നമ്മൾ പഴയ വാല്യൂ ഇതൊന്നും ഇനി എടുക്കരുത്, ഇതൊക്കെ പോയി. ഏറ്റവും ലേറ്റസ്റ്റ് ആയി അപ്ഡേറ്റ് ചെയ്ത വേരിയബിൾ സ്റ്റോർ, സിംഗിൾ വാല്യൂ സ്റ്റോർ ചെയ്യണം. മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ലിസ്റ്റ്, കളക്ഷൻസ്, ലിസ്റ്റ്, ടപ്പിൾസ്, സെറ്റ്സ്, ഡിക്ഷണറി അങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ വാല്യൂ ആയതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എക്സ് എത്ര 15 ആണ്. 15, ഈ 10 കൺഫ്യൂഷൻ ആയതാണ് വീണ്ടും പറയുന്നത്. ഈ 15 എടുത്തിട്ട് അതിന്ന് 5 മൈനസ് ചെയ്തിട്ട് എക്സിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇപ്പോ 15ന്ന് 5 കുറക്കുക 10, അത് എക്സിലോട്ട് വീണ്ടും സ്റ്റോർ ചെയ്യുക. അപ്പൊ എക്സ് എത്ര 10. ഈ സെയിം സംഭവമാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എക്സ് ഉണ്ടാക്കി എക്സിലോട്ട് മൈനസ് ചെയ്തിട്ട് ഇത്ര ലൈൻ എഴുതിയില്ലേ, മൈനസ് ഇവിടെ ചെയ്തിട്ട് അസൈൻ ചെയ്തു. ഈ സെയിം സംഭവത്തിന് ചുരുക്കി എഴുതുന്നതാണ് മൈനസ് ചെയ്തിട്ട് അസൈൻ ചെയ്യാനുള്ളത്. ഞാൻ കാണിച്ചു തരാം.
ഇപ്പൊ എക്സ് എത്ര 10 അല്ലേ, നമുക്ക് ഇതിന് 5 കൂടി കുറച്ച് 5 അല്ലേ വരേണ്ട ആൻസർ. അപ്പൊ എക്സ് മൈനസ് അസൈൻ 5 നോക്കാണ്. ഈ ഒരു ഇക്വേഷനും കൂടെ ഡിഫറൻസ് നോക്കാണ്. വളരെ സിമ്പിൾ അല്ലത്, ചുരുക്കി എല്ലാ സംഭവത്തിലും. അപ്പൊ എന്താ പറയുക, എക്സ് എന്ന് 5 കുറച്ചിട്ട് എക്സിലോട്ട് അസൈൻ ചെയ്യുക. ഇപ്പൊ എക്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോ 5 മാറും. നോക്കിക്കോളി 5 അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ കൂട്ടുന്നു, മൈനസ് ചെയ്യുമ്പോൾ സെയിം സംഭവം തന്നെ, മൾട്ടിപ്ലൈ ആൻഡ് അസൈൻ. അത് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ 5 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ വാല്യൂ ഇതിലോട്ട് അസൈൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഇപ്പൊ എക്സ് എത്ര, ലേറ്റസ്റ്റ് എക്സ് എത്ര 5 ഇതിലോട്ട് ഒരു 5 ഗുണിക്കൽ എങ്ങനെ, 5 അസൈൻ 5 അല്ല എക്സ് ഇൻറ്റു 5. അപ്പൊ എക്സ് എത്ര 5, 5 ഇൻറ്റു 5 പറഞ്ഞ എത്ര 25. അതിന് നമ്മൾ എക്സിലോട്ട് വെക്കും. ഇപ്പൊ ഇനി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എത്ര 25 വരും, കണ്ടില്ലേ. ഇനി ഞാൻ 25-നെ തൽക്കാലം എന്താ പറയാ ചുരുക്കി കൺഫ്യൂഷൻ വരേണ്ട വലിയ എമൗണ്ട് ഇട്ടിട്ട് എക്സിനെ വീണ്ടും ഞാൻ അസൈൻ ചെയ്യണം 5 ഇപ്പൊ എല്ലാം പോയി, മുകളിലുള്ള എല്ലാം പോയിട്ട് എക്സ് 5 മാറും. ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 5. ഇനി ഈ എക്സിനെ, അത് കൺഫ്യൂഷൻ വരേണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ അത്രേ ഉള്ളൂ. എക്സ് പഴയതൊക്കെ പോകും. ഇപ്പൊ 5 അല്ലേ എക്സ്, ഞാൻ പിന്നെ മാറ്റാം. എക്സ് അസൈൻ എന്താ പറയാ 2 ആക്കി. ഇപ്പൊ എക്സ് 2 മാറ്റി, ഇത്രേ ഉള്ളൂ. നമുക്ക് ടെസ്റ്റിന് വേണ്ടി 2 മാറ്റി. നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ചുരുക്കമാണ്. ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം മൾട്ടിപ്പിൾ പിന്നെ അസൈൻ, ഒക്കെ സെയിം തന്നെ, പ്ലസ് അസൈൻ മൈനസ് അസൈൻ മൾട്ടിപ്പിൾ അസൈൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സ് 2 എക്സ് മൾട്ടിപ്പിൾ ഈക്വൽ ടു 2. ഇപ്പൊ എന്താ 2 ഇൻറ്റു 2 അതാണ് ഇവിടെ ചെയ്യുന്നത്. 2 ഇൻറ്റു 2 എത്ര 4. ആ 4-നെ എടുത്തിട്ട് എക്സിലോട്ട് അസൈൻ ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് 4 വരുന്നു, കണ്ടില്ലേ. എക്സ് ഇതെന്താണ്, ഈ സംഭവം എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈക്വൽ അസൈൻ എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നതിന്റെ സെയിം മീനിങ് ആണ് ഈ ഷോർട്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വരിക്കുന്നത്, ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒന്നും ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആ സെയിം സാധനത്തിനെ ചുരുക്കി എഴുതുകയാണ്. പ്ലസ് ചെയ്യുക അസൈൻ ചെയ്യുക, മൈനസ് ചെയ്യുക അസൈൻ ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക അസൈൻ ചെയ്യുക, ഒറ്റ ലൈനിൽ സെയിം ഡിവൈഡ് ആൻഡ് അസൈൻ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്ക് എക്സ് നമ്മളൊരു 10 എടുത്തു. ഇപ്പൊ എക്സിനെ 10 നമ്മൾ മാനുവലി അപ്ഡേറ്റ് ചെയ്യണേ. എക്സിനെ 10 എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എക്സിനെ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പൊ എന്ത് ചെയ്യും, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് 5 ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പൊ എത്ര വരിക, 10 ആയിരിക്കണം 5 എന്ന് പറഞ്ഞാൽ എത്ര, 10-ൽ 5 2 വട്ടം ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് 2 വന്നില്ലേ. ഇതിവിടെ പോയിന്റ് വന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഡിവിഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോർ ഡിവിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയിന്റ് വരില്ല. അതിപ്പോ ചെയ്ത് കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, എക്സ് മൾട്ടിപ്പിൾ ഡിവൈഡ് 5 ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് ആക്കി ചെയ്തതാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, തൽക്കാലം എക്സിനെ 10 ആക്കിയത് ഞാൻ മാനുവലി അപ്ഡേറ്റ് ചെയ്യണേ. എക്സിനെ 10 എന്നിട്ട് എന്ത് ചെയ്തു, ഈ സെയിം സാധനം ഒന്നുകൂടി ചെയ്യട്ടെ. ഞാൻ ഷോർട്ട് ആക്കി ചെയ്യാണ്. എക്സ് ഡിവൈഡഡ് ദെൻ അസൈൻ എത്രയാണ് 5-നെ കൊണ്ടല്ലേ. ഇതെന്താ ഈ സംഭവം പക്ഷെ ഞാൻ ഈ പ്രോസസ്സ് ഞാൻ വീണ്ടും ഒന്നുകൂടി ചെയ്തതാണ്. ആദ്യം എത്ര എക്സ് 10 അല്ലേ, ഞാൻ വീണ്ടും എക്സിനെ 10 ആക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പ്രിന്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതിനുശേഷം എക്സ് അസൈൻ എക്സ് ഡിവൈഡഡ് ബൈ 5. അപ്പൊ എന്ത് ചെയ്തു, എക്സ് ഡിവൈഡഡ് അസൈൻ 5 സെയിം കൺസെപ്റ്റിനെ ഒന്നും കൂടി എന്ത് ചെയ്തു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ എക്സിനെ ഡിവൈഡ് ചെയ്തിട്ട് 5-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സിലോട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഇപ്പോഴും എക്സ് 2 തന്നെ വരണം, കാരണം സെയിം ഈ എന്താണോ ഇവിടെ ചെയ്തത്, എന്താണോ ഇവിടെ വരെ ചെയ്തത് അതേ പ്രോസസ്സ് നമ്മൾ ചുരുക്കി എഴുതിയതാണിത്. നമ്മൾ എക്സിനെ പ്രിന്റ് ചെയ്ത് നോക്കുക, കണ്ട സെയിം ആൻസർ തന്നെ വന്നു. ഇവിടെ ഷോർട്ടാക്കി എഴുതി. ഇനി ഫ്ലോർ ഡിവിഷൻ ഉപയോഗിച്ച് നമ്മൾ പോയിന്റ് ഒഴിവാക്കാം. സെയിം നമ്മൾ ചെയ്ത് നോക്കണം, ആവശ്യമില്ല. കാരണം എക്സ് ഫ്ലോർ ഡിവിഷൻ അസൈൻ 5 എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം സാധനം ഫ്ലോർ ഡിവിഷനിൽ ചെയ്തിട്ട് പോയിന്റ് ഇല്ലാതെ എക്സിലോട്ട് തന്നെ ചെയ്ത് വെക്കുക. മോഡുലസ് അസൈൻ 2 അത് കഴിഞ്ഞാൽ നമുക്കിപ്പോ കിട്ടുന്ന മോഡുലസ് എത്ര, 10 നമ്മൾ നേരത്തെ ചെയ്ത
10നെ 3 കൊണ്ടായിരിക്കുമ്പോൾ 1 കിട്ടുന്നറിയില്ലേ? ആ 1നെ എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് വേണം ചെയ്ത് നോക്കാം. ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്. മൊത്തം ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡുലസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മൾ മോഡുലസ് കാണാൻ വേണ്ടി എക്സിനെ ഒരു 10 ആക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ് സെയിം സാധനം, എക്സ് മോഡുലസ് അസൈൻ 3. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ നമ്മൾ എക്സിന് എത്ര 10 അല്ലേ? 10നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 × 3 9. ബാക്കി 1 മിച്ചം വരും. ആ 1ന് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിലോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമ്മൾ എക്സിനെ പ്രിന്റ് ചെയ്യുമ്പോൾ 1 ആൻസർ വരിക. കണ്ട, ഫസ്റ്റിൽ ഇവിടെ എന്താണ്? എക്സ് 10 വരിക. എക്സ് 10 വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? മോഡുലസ് 3. മോഡുലസ് നിങ്ങൾക്ക് പറയല്ലോ, ബാക്കി മോഡുലസ് നമ്മൾ സെയിം തന്നെ. എക്സ് ഈ എക്സ് അസൈൻ ഇവിടെ ഇപ്പൊ ഇത് ചെയ്യുന്ന വരി എക്സ് അസൈൻ എക്സ് മോഡുലസ് എക്സ് പ്ലസ് അല്ല എക്സ് മോഡുലസ് എന്താ പറയാ 3. അപ്പൊ എക്സ് എത്ര? 10. 10 മോഡുലസ് 3. 10ന്റെ മോഡുലസ് 3 എത്ര? 1. ആ 1ന് ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ ഇപ്പൊ 1 അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് എന്ത് ചെയ്യുക? എക്സിനെ വീണ്ടും 10 ആക്കിയാണ്ട് ട്രൈ ചെയ്യാം. എക്സിനെ 10 ആക്കിയതിനു ശേഷം എക്സ് മോഡുലസ് 3 എന്നാക്കിയിട്ട് പ്രിന്റ് ചെയ്യണ എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ 1 വരും. ഇത് രണ്ടും സെയിം ആണ്. ഇതാണ് നമുക്ക് ഇപ്പൊ വേണ്ടത് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ. കാരണം ഇതൊക്കെ എന്താ ചെയ്യാൻ ശ്രദ്ധിച്ച്, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാത്തിനും അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അസൈൻ ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം എക്സ് എക്സ്പോണൻസിയേഷണൽ ആൻഡ് അസൈൻ സെയിം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എക്സ് 3 വട്ടം ഗുണിച്ചിട്ട് അതിന്റെ വാല്യൂ നമ്മൾ എക്സിലോട്ട് അസൈൻ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ സെയിം സംഭവം തന്നെ. നമുക്ക് മൂന്നാമത്തെ ഓപ്പറേറ്റർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്ന അരിത്തമാറ്റിക്കൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മോഡുലസ് നമ്മൾ ചെയ്തു. പിന്നെ അതിന്റെ അസൈൻമെന്റ് വെച്ച് ചെയ്തു. ഇപ്പൊ ആലോചിക്കണം, സിമ്പിൾ ആണ്. അസൈൻ ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ ഫസ്റ്റിൽ പറഞ്ഞ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ് ആൻഡ് എക്സ്പോണൻസിയേഷൻ, ഇതിന്റെ ഒക്കെ കൂടെ ഒരു അസൈൻ ഓപ്പറേറ്റർ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആക്കാം. അപ്പൊ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർമ്മ ഉള്ളതാണ്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കാം. പിന്നെ അതിന് വേറൊരു തോട്ട് വേണ്ട, എല്ലാത്തിനും അസൈൻ ആഡ് ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെ ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കുക. രണ്ട് കാര്യം ഇപ്പൊ കൺഫേം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മൂന്നാമത് കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും, വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയില്ലേ, ഈക്വൽ ആണോ, സെയിം സംഭവം തന്നെ. ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പൊ കമ്പാരിസൺ നോക്കുമ്പോൾ ഈക്വൽ, ഇപ്പൊ രണ്ട് സംഭവങ്ങൾ ഈക്വൽ ആണോ? ഇപ്പൊ നമ്മൾ എക്സും വൈയും ഈക്വൽ ആണോ? എക്സ് എത്ര? 5, വൈ എത്ര? 5. എക്സാമ്പിൾ ഞാൻ അടുത്ത് പറയണ്. അപ്പൊ നോക്കിക്കോളി, എക്സും വൈയും ഈക്വൽ ആണോ? ഇതിനൊരു ബൂളിയൻ ആൻസർ ആണ് വരിക. ബൂളിയൻ നമുക്ക് ഓൾറെഡി അറിയാം, ട്രൂ ഓർ ഫോൾസ്. നമ്മൾ ഒരു ഡേറ്റ ടൈപ്പ് ആണ് ബൂളിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ കാണുക. സീരിയസ് ആയിട്ട് നിങ്ങൾ പൈത്തൺ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ കണ്ടുപോവുക. പിന്നെ നിങ്ങൾ വേറെ ട്യൂട്ടോറിയൽസും ഡോക്യുമെന്റേഷനും ഒക്കെ റെഫർ ചെയ്തോളി. മാക്സിമം നോളജ് ഉണ്ടാക്കുക. ഇത് മാത്രം കാണാൻ ഒരിക്കലും പറയില്ല, കാരണം നോളജ് ഉണ്ടാക്കാനാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ. എവിടുന്ന് പഠിച്ചാലും ഫൈനാണ്. പിന്നെ എന്താ പറയാ, ഓക്കെ, നമ്മൾ ടോപ്പിക് എടുക്കാം. എക്സ് വൈ ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ. രണ്ടാമത്തെ ഈക്വൽ അല്ലേ, ഈക്വൽ ആണ് ചെക്ക് ചെയ്യുമ്പോൾ ഈക്വൽ അല്ലേ ആണ് ചെക്ക് ചെയ്യണമല്ലോ. അത് നമ്മൾ ട്രൂ ഓഫ് നെഗറ്റീവും ചിന്തിക്കുന്ന മാതിരിയാണ്. അപ്പൊ എന്താ പറയാ, എക്സ് ഈക്വൽ ടു വൈന് പോലെ നോട്ട് ഈക്വൽ ടു പറയുമ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്കാണ് ഉപയോഗിക്കുക. നോട്ട് ഈക്വൽ ടു, ക്ലിയർ അല്ലേ? എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അപ്പൊ നമ്മൾ എക്സ് എത്ര? 5 ആണ്, വൈ എത്ര? 5 ആണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? ഫോൾസ് അല്ലേ? എക്സ് ഈക്വൽ അല്ലേ, അപ്പൊ നോട്ട് ഈക്വൽ ടു ഫോൾസ് ആയി. നേരെ ഓപ്പോസിറ്റ്, എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ട്രൂ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ഫോൾസ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. എക്സ് 5, വൈ 6 എടുത്തു. നമ്മൾ ചോദിക്കുന്നത് നേരിട്ട് പ്രിന്റ് ചെയ്യാണ്, എക്സ് ഈക്വൽ ടു വൈ. എന്താണ് ആൻസർ? ഫോൾസ് ആണ്. കാരണം എന്താ? 5, 6, 1 ഒരേ ഈക്വൽ അല്ലല്ലോ. നമ്മൾ എന്ത്, ഞാൻ വൈന് എന്ത് ചെയ്തു?
5 അവിടെ നമുക്ക് നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പൊ എന്തായി, എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഈക്വൽ അല്ലല്ലോ എന്നാണ് ചോദ്യം. ഈക്വൽ അല്ല, അപ്പൊ ട്രൂ ആണ്. അത് ക്ലാരിറ്റി ഇല്ലേ? അവരെന്താണ് ചോദിക്കുന്നത് അതാണ് ട്രൂ. നോട്ട് ഈക്വൽ ടു യെസ്, നോട്ട് ഈക്വൽ ടു ആണ്. 5ഉം 6ഉം ഈക്വൽ അല്ല, അപ്പൊ ട്രൂ ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ വൈ നോക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്താണ് ആൻസർ? എക്സ് 5നെക്കാട്ടും വലുതാണോ? അല്ല. എക്സ് വൈനെക്കാട്ടും വലുതാണോ? അല്ല. അപ്പൊ ചോദിക്കാം എക്സ്, അപ്പൊ ഈക്വൽ ടു നോക്കി, നോട്ട് ഈക്വൽ ടു നോക്കി, ഗ്രേറ്റർ ദാൻ നോക്കി. ഇപ്പൊ നമ്മള് എക്സ് ഗ്രേറ്റർ ദാൻ ആണോ? ഇനി ലെസ് ദാൻ നോക്കാം. ഈ എക്സ് ഉണ്ടല്ലോ അത് വൈനെക്കാട്ടും ചെറുതാണോ? എക്സ് എത്ര? 5. 5 6നെക്കാട്ടും ചെറുതാണോ? യെസ്, ട്രൂ. എന്തായാലും ലെസ് ദാനും നോക്കി. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മുകളിൽ എത്തണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. നമുക്കിവിടെ നോക്കാം. തൽക്കാലം എക്സിനെ ഞാൻ 5 ആക്കി, വൈന് 5 ആയി. ഇപ്പൊ രണ്ടും ഒരേ വാല്യൂ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഗ്രേറ്റർ ദാൻ ആണോ? നോ. ഞാൻ നോക്കാം എക്സ് ലെസ് ദാൻ ആണോ? നോ. കാരണം എന്താ, ഇത് ലെസ് ദാനോ അല്ല ഗ്രേറ്റർ ദാനോ അല്ല, ഇത് ഈക്വലിറ്റി ആണ്. അപ്പൊ അത് രണ്ടും കൂടി ചെക്ക് ചെയ്യുന്നൊരു കണ്ടീഷനാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മളിവിടെ നോക്കുക എക്സ് ഗ്രേറ്റർ ആണോ? എക്സ് ഇതാട്ടെ നമ്മൾ നോക്കണത്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ? നോ. എക്സ് ഈക്വൽ ടു വൈ? യെസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാൽ മതി, ട്രൂ. ഞാൻ നോക്കാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് ലെസ് ദാൻ ആണോ? 5ഉം വൈ നോക്കാം. എക്സ് ലെസ് ദാൻ വൈ അല്ല, പക്ഷെ എക്സ് ഈക്വൽ ടു വൈ? യെസ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. സിമ്പിൾ ആണ്. നോക്കി, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നെങ്കിൽ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പൊ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ അറിയാണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, രണ്ടാമത്തെ ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസി ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ കമ്പാരിസൺ ഇപ്പോൾ ഈസിയാണ്. ഈക്വൽ ടു ആണോ നോട്ട് ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ആ ഒരു കണ്ടീഷൻ അത്രേ ഉള്ളൂ. ഒരു സംബന്ധത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുള്ളൊരു പരിപാടി. ഇനി നാലാമത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആൻഡ് ഓർ നോട്ട്, അതാണ് മെയിൻ. അത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് 2 കണ്ടീഷൻസ് ഉണ്ട് വിചാരിച്ചോളി. ഇപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു 5, എക്സ് നോട്ട് ഈക്വൽ ടു 5, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അങ്ങനെ പല കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞില്ലേ. ഈ 2 കണ്ടീഷനും കൂടി ഒന്നിച്ചാക്കണം. ഇപ്പൊ എങ്ങനെയാ പറയാ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സ് 5 വൈ 7. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എക്സ് 5 ആണോ വൈ 7 ആണോ? സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 5ഉം വൈ 7ഉം ആണെങ്കിൽ ഇവിടെ ഒരു സാധനം അതിന്റെ ടോട്ടൽ പ്രിന്റ് ചെയ്യാം. 2 ഈക്വൽ ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എക്സ് ഈസ് ഈക്വൽ ടു 5 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ഇത് 6 പറഞ്ഞു. അപ്പൊ എന്താണ്, ഫോൾസ് ആണ്. കാരണം എന്താ, 5 ആണ്. എക്സ് എത്ര? 5 ആണ്. ഓക്കെ. വൈ 6 ആണ്. അല്ല, വൈ 7 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വർക്കാവോ? ഇല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വർക്കായിട്ട് കാര്യമില്ല. ഞാൻ എന്താ പറഞ്ഞ, ആൻഡാ പറഞ്ഞെങ്കിൽ രണ്ടും ഒരേ സമയം ട്രൂ ആയിരിക്കണം. ആ കേസിൽ ഇത് തെറ്റിയില്ലേ? എക്സ് 5 ആണ് പോരാ, വൈയും കൂടി 7 ആവണം. അപ്പൊ ഈ കേസ് ഫോൾസ് ആയി. ഇനി എക്സ് ഈക്വൽ ടു 5 കറക്റ്റ് ആണോ? യെസ്. ഓർ വൈ ഈക്വൽ ടു 6, വൈ എത്ര? 7 ആണ്. ഇത് മിസ്റ്റേക്ക്, ഇത് തെറ്റാണ്. ഇവിടെ നമ്മൾ ഓർ കണ്ടീഷൻ നമ്മൾ ഇപ്പോഴും ലൈഫിൽ പറയില്ല. ഓർ ഏതെങ്കിലും ഒന്ന് മതി. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും വേണം. അപ്പൊ ഓറിന്റെ കേസിൽ ഇവിടെ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആമേ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ഉണ്ടോ നോക്കുക.
എക്സ് ഈക്വൽ ടു 5 ആണോ? യെസ്. വൈ ഈസ് ഈക്വൽ ടു 6? നോ. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയ പോരെ. അപ്പൊ ഓർ എന്തായി? ട്രൂ ആയില്ലേ? ആൻഡിൽ 2 ട്രൂ ആണോ? ഓറിൽ 1 ട്രൂ ആയാൽ മതി. ഇനി എന്താ മൂന്നാമത്തത്? മൂന്നാമത്തെ അടക്കട്ടെ. ഫസ്റ്റത്തെ ഒന്ന് നോക്കുക. ഇവിടെ ആക്ച്വലി നമുക്കൊരു ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ നോക്കുകയാണ്. എക്സ് 6 വൈ 6 രണ്ടിന് 6 ആക്കി വെച്ചു. എക്സ് ഈക്വൽ ടു 6 ആൻഡ് വൈ ഈക്വൽ ടു 6 ട്രൂ ആയില്ലേ? എക്സ് 6 ആണ്, വൈ 6 ആണ്. പക്ഷെ ഞാൻ പറയണേ എക്സ് 6 ആണ് ആൻഡ് വൈ 7 ആണ്. അപ്പൊ ഞാൻ കൊടുത്ത വാല്യൂവിന് എഗെയിൻസ്റ്റ് ആണിത്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്ത് ഫാൾസ് വരും. സിമ്പിൾ അല്ലേ? ഞാൻ ആൻഡിന് പറയുമ്പോൾ ഒഴിവാക്കി ഏതെങ്കിലും ഒന്ന് ഓറായാൽ മതി, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ ഈ സെയിം സാധനത്തിന് ഞാനിത് ഈ ആൻഡ് മാറ്റിയിട്ട് ജസ്റ്റ് ഓറിന് കൊടുത്തു. എക്സ് ഈസ് ഈക്വൽ ടു 6 കറക്റ്റ് ആണ്. ഒന്ന് കണ്ടീഷൻ കറക്റ്റ് ആയി. എനിക്ക് അത്ര മതി, രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ നോക്കുക. വൈ ഈക്വൽ ടു 7 അല്ല, പക്ഷെ അത് ട്രൂ ആവും. കാരണം എന്താ? ഒന്നാമത്തെ കേസ് മതി എനിക്ക്. ഏത് ട്രൂ ഓർ ഒരു കണ്ടീഷൻ ട്രൂ അല്ലേ? ഇനിയിപ്പോ നോക്കട്ടെ. എക്സ് 8 ആണ്, 7 ഇവിടെ ഞാൻ 6 കൊടുത്തു. ഈ കണ്ടീഷൻ ഒന്ന് നോക്കുക. എക്സ് ഈക്വൽ ടു 8 ആണോ? അല്ല. കുഴപ്പമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ഓറല്ലേ? വൈ ഈസ് ഈക്വൽ ടു 6 യെസ്, വൈ 6 ആണ്. അപ്പൊ എന്തായി? നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയപ്പോ സക്സസ് ആയി, ട്രൂ വരും. ഇനി രണ്ട് കണ്ടീഷൻ ഞാൻ തെറ്റിച്ചു കൊടുത്ത് വിചാരിച്ചോളൂ. എക്സ് 8 അല്ല, വൈ 8 ആണോ? അല്ല. ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഫാൾസ് വരും. രണ്ടിൽ ഏത് കണ്ടീഷനും ട്രൂ ആയില്ല. അത് ക്ലിയർ അല്ലേ? ഇനി ആൻഡും ഓർ നമ്മൾ കോഴ്സിന് നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളി. ഒരു സാധനം ട്രൂ ആണെങ്കിൽ അതിന്റെ നോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് പറയാം ആൻഡ് ഓപ്പറേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, ഓർ എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ആൻഡിന്റെ ആൻസർ ട്രൂ ആണെങ്കിൽ അതിന്റെ പുറത്ത് നോട്ട് കൊടുത്താൽ അത് ഫോൾസ് ആയി മാറും. ആൻഡ് ഓപ്പറേറ്ററിന്റെ ആൻസർ ട്രൂ ആണ്, ഫോൾസ് ആണെങ്കിൽ അതിന്റെ മുന്നിൽ നോട്ട് കൊടുത്താൽ ഫോൾസിന്റെ ഓപ്പോസിറ്റ് എന്താ? ട്രൂ വരും. ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ നോക്കുക. ഇതിന് പറയുന്നത് ലോജിക്കൽ നെഗേഷൻ ഓപ്പറേറ്റർ. റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യാറ് നമുക്ക് എന്താ? നേരെ തിരിച്ചിടലല്ലേ, നെഗേറ്റ് ചെയ്യുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രൂ ആണെങ്കിൽ ഞാൻ നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫോൾസ് ആയി മാറും. അത് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രൂ പറഞ്ഞാൽ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ആൻസർ ആട്ടെ, നമ്മൾ ഈ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോൾസ്, എന്റെ ആൻസർ ഫോൾസ് ആണ്, ഞാൻ അതിന് മുന്നിൽ നോട്ട് കൊടുത്തു. നോട്ട് ഫോൾസ് പറഞ്ഞാൽ ഫോൾസ് അല്ല, ഫോൾസ് അല്ലാതെ എന്താ? ട്രൂ. അതിന്റെ ഓപ്പോസിറ്റ് അതിന് റിവേഴ്സ് ചെയ്യാം. അത് സിമ്പിൾ മനസ്സിലായില്ലേ? ഔട്ട്പുട്ടിന്റെ റിവേഴ്സ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, നമുക്ക് ക്ലിയർ ചെയ്യാം. എക്സ് 10 വൈ 10. ഞാൻ പറയണേ എക്സ് ഇസ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈക്വൽ ടു 10. ഇതിന്റെ ആൻസർ എന്താ? ഇത് രണ്ട് കണ്ടീഷനും ട്രൂ ആവണ്ടേ? എക്സ് 10 ആണ്, വൈ 10 ആണ്, രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ട്രൂ. ഞാൻ ഇതിന് പകരം ഇവിടെ നോട്ട് കൊടുത്തിട്ട് ആണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി? ഫോൾസ് വന്നു. അതിന്റെ അർത്ഥം എന്താ? ആൻസർ ട്രൂ ആണ്, അതിന്റെ മുന്നിൽ നോട്ട് കൊടുത്തപ്പോ അതിന്റെ ഓപ്പോസിറ്റ് വരുത്തി. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ കോഡിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ അതിനെ പറ്റി ചിന്തിക്കണ്ട. ഏത് ഫീൽഡ് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ യൂസിങ് മേ ബി വരും. അപ്പൊ ഇതൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈസി ആയിട്ട് എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഏത് മേഖലയ്ക്ക് ഇറങ്ങാനും. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എന്താ പറയാ, എക്സ് 10 ആൻഡ് വൈ 10 ആണ്, ട്രൂ ആണ്. അതിന്റെ മുന്നിൽ നോട്ട് കൊടുത്തപ്പോ ഫോൾസ് ആയി. ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മാറ്റാം. എക്സ് 10 ആണോ? അവൻ ആദ്യം നോട്ട് ഒഴിവാക്കുകയാണ്. എക്സ് 10 ആണോ? യെസ്. എൻ്റർ ചെയ്യണ്ടായിരുന്നു. എക്സ് 10 ആണോ? യെസ്. ആൻഡ് വൈ 9 ആണോ? അല്ല. രണ്ട് കണ്ടീഷൻ ട്രൂ ആയോ? അല്ല. അപ്പൊ ഇതിന് ആൻസർ എന്താ? ഫോൾസ്. ഇനി ഇതിന് മുന്നിൽ ഞാൻ ഒരു നോട്ട് എടുത്ത് നോക്കിയാലോ? നോട്ട് ഫോൾസ് എന്താ? ഫോൾസിന്റെ ഓപ്പോസിറ്റ് എന്താ? റിവേഴ്സ് ചെയ്താണ് ഫോൾസിനെ. ട്രൂ. നോക്കണം, എന്തൊരു മിസ്റ്റേക്ക് വന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാല്
നമ്മളിങ്ങനെ 2 കണ്ടീഷൻ കൊടുക്കുകയല്ലേ. അപ്പൊ ഈ നോട്ടിന് ഈ ഓപ്പറേറ്ററിന് എന്താ പറയുക, നമ്മൾ ഓപ്പറേഷൻ പ്രൊസീഡിയൻസ് എന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ പറയുക, നോട്ടിന് നമ്മൾ എന്താ പറയുക എക്സ് ഈക്വൽ ടു 10 ഇതാ, ഈ ഒരു കണ്ടീഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്ത് ഈ ഒരു കണ്ടീഷനിലോട്ട് പോയത്. അതാണ് ഇതിന്റെ ഇപ്പൊ നോട്ട് എക്സ് ഈക്വൽ ടു 10 എന്താ നേരെ ട്രൂ ആയി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഞാൻ ജസ്റ്റ് ചെയ്തില്ലാണുള്ളൂ, പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഇങ്ങനെ ബ്രാക്കറ്റ്സ്. കാരണം നമ്മൾ ഇതിന് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കണം ഏതാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയല്ല, നമ്മൾ ഇതിന് മുന്നേ ഈഫ് ഒക്കെ ഉപയോഗിക്കും. ഈഫ് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതിനാണ് ഇത് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, ഓപ്പറേറ്റേഴ്സ് ഈഫ് ഇല്ലാതെ. ഇപ്പൊ നോട്ടിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആണ്ട് ആ സമയത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി ആയി ഏതാണ് ഏതിനെ വിളിക്കുന്നത്. നമുക്ക് കോഡിൽ ഒരു ക്ലാരിറ്റി കൊടുക്കണം എപ്പോഴും. എക്സ് ഈക്വൽ ടു 10, എക്സ് 10 ആണോ, ആൻഡ് വൈ ഈക്വൽ ടു 9. ഇപ്പൊ ഇതൊരു ടീമായി. ഇപ്പൊ എന്താ ചോദ്യം, എക്സ് 10 ആണോ, യെസ്, ആൻഡ് വൈ 9 ആണോ, അല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ, ട്രൂ. അപ്പൊ ഇതിന്റെ പുറത്ത് ഞാൻ നോട്ട് കൊടുത്ത ഓപ്പോസിറ്റ് ഓഫ് ട്രൂ, സോറി, എക്സ് ഇസ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈക്വൽ ടു 9. ആക്ച്വൽ ആൻസർ എന്താ, ഫോൾസ്. കൺഫ്യൂഷൻ ആയല്ലേ, ആക്ച്വൽ ആൻസർ ഫോൾസ്. നമുക്ക് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ണ്ടോ, ആക്ച്വൽ ആൻസർ എന്താണ്, എക്സ് ഈക്വൽ ടു 10 കറക്റ്റ് ആണ്, വൈ ഈക്വൽ ടു 9 റോങ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാൽ പോരെ, രണ്ടും കറക്റ്റ് ആവണം. ആൻഡ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ആക്ച്വൽ ആൻസർ ഫോൾസ് ആണ്. ഇനി അതിന് നോട്ട് കൊടുത്താൽ അത് ട്രൂ ആയി മാറും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്, ട്രൂ ആയി മാറും. കൺഫ്യൂഷൻ ആവരുത്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആക്ച്വൽ ആൻസർ എന്താ, ഫോൾസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ട്രൂ ആയി. സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കൺഫ്യൂഷൻ ആയതാണ്, ക്ലാരിറ്റി ആയില്ലേ. ഓക്കെ, ലോങ് ഡ്യൂറേഷൻ വീഡിയോ, അപ്പോൾ ഒന്ന് ഇതായി. ഓക്കെ, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഓപ്പറേറ്റർ ലോജിക്. ഇപ്പോൾ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം കമ്പാരിസൺ, അതായത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട്, ഈ 3 ഉള്ളൂ. ആൻഡ് ഓർ നമുക്ക് മനസ്സിലായി, അതിന്റെ നോട്ട് ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. അത് 3 ക്ലിയർ ആയി. ഇനി നമുക്ക് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ 2 ഉള്ളത്. ഇത് ജസ്റ്റ് എന്താ പറയാ, മനസ്സിലാക്കി വെച്ചാൽ മതി ഓരോന്ന്. പിന്നെ ഇത് തിയറി ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഏതൊക്കെയാണ് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കണം. നമ്മൾ ഒന്ന് തിയറിറ്റിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കുക. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈസ് ഓപ്പറേറ്റർ ഏതൊക്കെ, ഇപ്പോൾ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാണ്, ഈസും ഈസ് നോട്ടും ആണെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് അസൈൻ 5, മൗസ് പോയിന്റർ നോക്കിക്കോളി. വൈ അസൈൻ 5. ഇപ്പൊ എക്സ് എന്താ 5, വൈ എന്താ 5. അപ്പൊ കെ അസൈൻ എക്സ് എന്ന് പറയുമ്പോ എന്താ, കെ അസൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 5 തന്നെ. കാരണം എന്താ, കെ ലോട്ട് എക്സിനെയാണ് വെച്ചുകൊടുത്തത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 5 ആണ്. അപ്പൊ ഇപ്പൊ 3ഉം 5 ആയി. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സും 5 ആണ്, വൈയും 5 ആണ്, കെയും 5 ആണ്. ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. കാരണം കെ ലോട്ട് നമ്മൾ എക്സിനെ അസൈൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ആക്ച്വലി നമുക്ക് ഒബ്ജക്റ്റ്, മെമ്മറി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, ഇപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇതിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരു ജനറൽ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഓരോ ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. ഇപ്പൊ എക്സ് 5 എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വൈ 5 എന്ന് പറയുമ്പോൾ അത് വേറെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ കെ എന്ന് പറയുമ്പോൾ അത് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത്, അങ്ങനെ ഓരോ വാല്യൂ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പക്ഷെ നമ്മൾ അതിന്റെ ലോജിക്ക് പിന്നെ നിങ്ങൾ വലിയ ഡെപ്തിക്ക് പിന്നെ മനസ്സിലാക്കിയാൽ ഇപ്പൊ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. പക്ഷെ കേലോട്ട് ഞാൻ ഒരു വാല്യൂ അല്ല അസൈൻ ചെയ്തത്. കേലോട്ട് ആ എക്സ് എന്ന മെമ്മറി ഉണ്ടല്ലോ, ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ, അതിന്റെ ഒരു പോയിന്റർ ആണ് അസൈൻ ചെയ്തത്. അപ്പൊ എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കെന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ അല്ലേ.
അപ്പൊ അതിന് വേറെ മെമ്മറി ഇല്ലല്ലോ. ആലോചിക്ക എക്സിന്റെ ഒരു കോപ്പി അങ്ങനെ കാലിച്ചാൽ മതി. എക്സിന്റെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കോപ്പി, അതിന്റെ ഒരു പ്രൂഫ്, എന്തോ ഒരു അടയാളം ഈ കെ എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തതാണ്. അല്ലാതെ അതിന് സ്വന്തമായിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല നമ്മള്. കെ ഈക്വൽ ടു 6 ആണെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ 5 ആണെങ്കിൽ ഫൈൻ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കൊടുത്ത് വാല്യൂ കൊടുത്തിട്ടില്ല കേക്ക്. എക്സിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്മറിന്റെ ഒരു എന്താ പറയാ പോയിന്റർ ആണ് കൊടുത്തത്. അതിന് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല വേർഡ്. അതിന്റെ ജസ്റ്റ് ഒരു കോപ്പിയുടെ ഒക്കെ പറയുന്ന മാതിരി അത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവിടെ മെമ്മറിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലേ? അപ്പൊ ഈസ് നോട്ട് ഉപയോഗിക്കുന്നത് സെയിം ഒബ്ജക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആണ്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സെയിം മെമ്മറി എന്നാണോ വരുന്നത്? ഒബ്ജക്റ്റ് അല്ല, സെയിം മെമ്മറി എന്നാണോ വരുന്നത്? അപ്പൊ നോക്ക് എക്സ്, ഇനി ഇവിടെ നോക്ക്, നമ്മൾ ഈ ചോദ്യം നോക്കുക. എക്സ് ഈസ് കെ എന്ന് പറയുമ്പോ എക്സും കെയും ഒരു മെമ്മറി എന്നാണോ വരുന്നത്? ട്രൂ അല്ലേ? കാരണം എന്താ, എക്സിനെ പോയിന്റ് ചെയ്തതല്ലേ കെ. എക്സ് ഈസ് നോട്ട് വൈ. ഇവിടെ നിങ്ങൾ എന്താ പറയാ, ഓക്കെ ഈസ് നോട്ട് അവിടെ നിൽക്കട്ടെ. എക്സ് ഈസ് കെ ട്രൂ അല്ലേ? കാരണം എന്താ, അത് രണ്ടും ഒരു മെമ്മറിയാണ്. എക്സ് ഈസ് വൈ ഒരു മെമ്മറി അല്ലല്ലോ, കാരണം എക്സിന് പ്രത്യേക ഒരു വേരിയബിൾ വാല്യൂ ഉണ്ട് 5, വൈക്ക് വേറൊരു വാല്യൂ ഉണ്ട്. സോ അത് രണ്ട് മെമ്മറിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എക്സ് ഈസ് വൈ റോങ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈസ് നോട്ട് നോക്കണ്ട, ഈസ് മാത്രം. കൺഫ്യൂഷൻ ആയാല് എക്സ് 5 വൈ 5 രണ്ടും ഒരേ വാല്യൂ ആണ്. കേനെ എന്താ പറയാ എക്സിനാണ് അസൈൻ ചെയ്തത്. ഇപ്പൊ നോക്കുക, പ്രിന്റ് ചെയ്യണ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാല് 5 വരെ, കാരണം ആ എക്സിന്റെ വാല്യൂ ആണ് അതിലുള്ളത്. അതിന്റെ ഒരു പോയിന്റർ ഉണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് തരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണ്, എക്സ് ഈക്വൽ ടു അല്ല നമുക്ക് നോക്കേണ്ടത്, ഈസ് എക്സ് ഈസ് കെ. എക്സ് ആക്ച്വലി കെയുമായി സെയിം മെമ്മറി ആണോ എന്താ പറയാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ട്രൂ ആണ്. കാരണം എന്താ, കെ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ഞാൻ ഇതേമാതിരി എക്സ് ഈസ് വൈ ചോദിക്കുകയാണ്. എക്സും വൈ ഒരേ മെമ്മറി എന്നാണോ? എക്സ് 6 കൊടുത്തു, വൈന് ഞാനൊരു 10 കൊടുത്തു, കെയിലോട്ട് ഞാൻ ഈ എക്സിനെ സ്റ്റോർ ചെയ്തു. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കെ ഈസ് വൈ, കെ വൈ ആണോ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കെ ഈസ് എക്സ് ചോദിക്കാം. കെ എത്ര? കെ വരുന്നത് എക്സിന് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കണം, അതുകൊണ്ട് ട്രൂ ആയിരിക്കണം. യെസ്, കെ എക്സിനെ പോയിന്റ് ചെയ്താൽ രണ്ടും ഒരേ മെമ്മറി എന്നാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോറി വൈ ഇവിടെ കെനെടുത്ത്, കെ ഈസ് വൈ, കെയും വൈയും ഒന്നാണ്, ഫോൾസ് ആണ്. കാരണം രണ്ട് മെമ്മറി എന്നാണ്. ഇവിടെ മെമ്മറിയും ഒബ്ജക്റ്റും നോക്കുന്നുണ്ട്. നമ്മൾ ഞാൻ ഒബ്ജക്റ്റിലെ കാര്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇപ്പൊ മെമ്മറി വെച്ച് മാത്രം പറയാണ്. സെയിം മെമ്മറി എന്നാണെങ്കിൽ നമ്മൾ ഈക്വൽ ആക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഈസ് വൈ, എക്സ് വൈ ആണോ? ഫോൾസ് ആണ്, കാരണം രണ്ട് മെമ്മറിയിലാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഈസ് ഇത്രേ ഉള്ളൂ, ഒരേ മെമ്മറി ആണോ നോക്കുകയാണ്. ഈസ് നോട്ട്, ഇപ്പൊ നമ്മൾ ഈസ് നോട്ട് ചിന്തിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടും ഒരു മെമ്മറിന്ന് അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ട്രൂ വരുന്നത് അതല്ലെങ്കിലാണ്. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈസ് നോട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് എക്സ് ഈസ് നോട്ട് വൈ. ആക്ച്വൽ കേസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഈസ് വൈ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഈസ് നോട്ട് വൈ. അപ്പൊ എക്സ് ഈസ് വൈ എന്ന് ശരിക്കും എന്താ നോക്കുകയാണ്, എക്സ് എന്താ 6, വൈയോ 10. അപ്പൊ നോക്കുകയാണ് എക്സ് ഈസ് വൈ, രണ്ട് മെമ്മറിയിലാണ് കിടക്കുന്നത്, ഡിഫറെന്റ് മെമ്മറിയാണ്. അപ്പൊ ആക്ച്വൽ ആൻസർ ഫോൾസ് ആണ്. എക്സ് ഈസ് വൈ അല്ല, എക്സ്
എക്സും കെയും ആണ് സെയിം, എക്സും വൈയും സെയിം അല്ല. അപ്പൊ എക്സ് ഈസ് വൈ ഫോൾസ് ആയി. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എക്സ് ഈസ് നോട്ട് വൈ, നേരെ വെച്ച് കഴിഞ്ഞാൽ അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആക്ച്വലി അത് ട്രൂ ആയി മാറും. കാരണം എന്താണ്, അത് ഫോൾസ് ആണ് ആക്ച്വൽ കേസിൽ വരിക. പക്ഷെ നമ്മൾ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ട്രൂ ആയി മാറും. ഈസ് നോട്ട്, എക്സ് ഈസ് നോട്ട് വൈ, എക്സ് വൈയും സെയിം മെമ്മറി എന്നല്ല. അല്ല എന്ന് പറയുന്നതാണ് അതിന്റെ ട്രൂ. കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ഒന്നും കൂടി പറയാ. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അല്ല എന്നല്ലേ ചെക്ക് ചെയ്യുന്നത്. ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്ന് ചെക്ക് ചെയ്യും. ഈസ് നോട്ട് എന്ന് പറയുമ്പോൾ അല്ല എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ എക്സ് ഈസ് നോട്ട് വൈ, എക്സും മെമ്മറിയും എക്സും വൈയും ഒരു മെമ്മറി എന്നല്ല. അങ്ങനെയാണ് ചോദ്യം, ഒരു മെമ്മറി എന്നല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, ട്രൂ, ഒരു മെമ്മറി എന്നല്ലല്ലോ. ഇനി ഞാൻ ചോദിക്കുക എക്സ് ഈസ് നോട്ട് വൈ, എക്സ് വൈയും ഒരു മെമ്മറി എന്നല്ല, ട്രൂ. ഞാൻ പറയണേ എക്സ് ഈസ് നോട്ട് കെ, എക്സും കെയും ഒരു മെമ്മറി എന്നല്ല, ഈസ് നോട്ട് അല്ല. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആക്ച്വലി എന്താണ്, ആണ്. അപ്പൊ എന്തായി, ഫോൾസ് ആയില്ലേ, നമ്മൾ പറയുന്നത് തെറ്റല്ലേ. നമ്മൾ എന്താ പറയുന്നത്, എക്സ് ഈസ് നോട്ട് കെ, എക്സും കെയും ഒരു മെമ്മറി എന്നല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് തെറ്റാണ്, അത് തെറ്റാണ്. എക്സും കെയും ഒരു മെമ്മറി എന്നാണ് വരുന്നത്. എക്സ് ഈസ് കെ, എക്സും കെയും ഒരു മെമ്മറി എന്നാണ്. എക്സ് ഈസ് നോട്ട് കെ എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരു മെമ്മറി എന്നല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി നോക്കാണ് എക്സും കെയും എക്സും കെയും ഒരു മെമ്മറി അല്ലേ. കാരണം ഈ കെയിലോട്ട് നമ്മൾ എക്സിനെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടൊരു മെമ്മറിയാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് രണ്ടട്ടം ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ എന്താണ് പറയുന്നത് അതായിരിക്കണം അതിന്റെ ട്രൂ. നമ്മൾ എന്താ പറയുന്നത്, എക്സ് ഈസ് കെ, എക്സും കെയും ഒരു മെമ്മറി എന്നാണ്. അപ്പൊ അതിന്റെ ട്രൂ ആണത്, നമ്മളത് കറക്റ്റ് ആണ്, എക്സും കെയും ഒരു മെമ്മറിയാണ്. ഇനി ചിന്തിച്ചു നോക്കാണ്, എക്സ് ഈസ് നോട്ട് കെ, എക്സും കെയും ഒരു മെമ്മറി എന്നല്ല. നമ്മൾ പറയുന്നത് തെറ്റല്ലേ, എക്സും കെയും ഒരു മെമ്മറി എന്നല്ല എന്ന് നമ്മൾ എങ്ങനെ പറയാ, ഒരു മെമ്മറി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തെറ്റായത്. നമ്മൾ എന്താണ് പറയുന്നത് അതിന്റെ ശരിയും തെറ്റുമാണ് നോക്കുക. എക്സ് ഈസ് നോട്ട് കെ, എക്സ് കെന്റെയും ഒരു മെമ്മറി എന്നല്ല. നമ്മൾ പറയുന്നത് തെറ്റാണ്, ഫോൾസ് ആണ്. ഇപ്പൊ ഞാൻ പറയണേ എക്സും വൈയും ഒരു മെമ്മറി എന്നല്ല. എക്സ് ഈസ് നോട്ട് വൈ, എക്സും വൈയും ഒരു മെമ്മറി എന്നല്ല. ഞാൻ പറയുന്നത് ശരിയാണ്, നോക്ക് എക്സ് 6ഉം വൈ 10ഉമാണ്, ഒരു മെമ്മറി എന്നല്ല. അപ്പൊ ഞാൻ പറയുന്നത് ട്രൂ ആണ്. എക്സ് ഈസ് നോട്ട് വൈ, എക്സും വൈയും ഒരു മെമ്മറി എന്നല്ല. ഞാൻ പറയുന്നത് ശരിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ എന്താ പറയുന്നത് അതായിരിക്കണം ശരി. എക്സ് ഈസ് നോട്ട് വൈ, ഞാൻ പറയുന്നത് അല്ല എന്നാണ്. അപ്പൊ അതാണ് ശരി. ഐഡിയ കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് രണ്ടിടം പ്രാക്ടീസ് ചെയ്താൽ മതി, സിമ്പിൾ കൺസെപ്റ്റ്. എന്താ മെസ്സേജ് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 2 ഹെൽമെറ്റ് ഉണ്ട്, രണ്ടും സെയിം ബ്രാൻഡാണ്. പക്ഷെ രണ്ട് മാനുഫാക്ചർ ചെയ്ത 2 സ്ഥലത്ത് നിന്നാണ്, ഒന്ന് ചെന്നൈയിൽ നിന്ന് ഒന്ന് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത 2 സ്ഥലം എക്സാമ്പിൾ മെമ്മറായിട്ട് എടുത്താൽ മതി, മെമ്മറി രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കണില്ല, ആ മെമ്മറി ബേസ് ചെയ്താണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. സെയിം ബ്രാൻഡ് എന്തായാലും ഇപ്പോൾ സെയിം ആയാലും വേറെ ആയാലും അതിന്റെ മെമ്മറി കീപ്പ് ചെയ്ത് നോക്കുക. ഡിഫറെന്റ് മെമ്മറി ആണോ നമ്മൾ അതിനെ വേറെ വേറെ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഇത് ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ അരിത്തമാറ്റിക്കല് കമ്പാരിസൺ അസൈൻമെന്റ് സിമ്പിൾ ആണ്. ലാസ്റ്റിൽ തന്നെ ഐഡന്റിറ്റി ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, 1-2 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറയുന്നത് എന്താണോ അതാണ് സത്യം. ഈസ് എന്ന് പറഞ്ഞാൽ ഈസ് ആണ് ട്രൂ, ഈസ് നോട്ട് പറഞ്ഞാൽ അത് അല്ല എന്നതാണ് ട്രൂ. ആ ലോജിക്ക് നമ്മൾ പറയുന്നത് എന്താണ് അത് ട്രൂ, ആ ആലോചിച്ചാൽ മതി. ഇനി ലാസ്റ്റ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. മെമ്പർഷിപ്പ് നമ്മൾ സിമ്പിൾ മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മാതിരി, ഐ മീൻസ് ഞാൻ ആ ക്ലബിൽ മെമ്പർ ആണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യില്ല. അതുപോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡിക്ഷണറി സെറ്റ് ടപ്പിൾസിലൊക്കെ കുറെ വാല്യൂസ് ഉണ്ട് വിചാരിച്ചോ. ഇപ്പൊ ഇതിൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ 1, 2, 3, 4, 5, 6 വാല്യൂസ് ഉണ്ട്. എന്തോ ആവാം നെയിം, ഇതിനോട് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാം, നമ്മളോട് ഡിസ്കസ് ചെയ്താൽ. തൽക്കാലം ഞാൻ ഇവിടെ ഇൻഡിജർ മാത്രം എടുക്കുകയാണ് എക്സാമ്പിളിന്, ഏതും എടുക്കാം. അപ്പൊ ഞാൻ നോക്കുകയാണ്
6 എന്ന നമ്പർ 6 എന്ന ആ ഒരു വാല്യൂ നമ്മൾ വാല്യൂ പറഞ്ഞില്ല വാല്യൂ ആ നമ്പേഴ്സിൽ ഉണ്ടോ എന്നത് എൻ്റെ ചോദ്യം. ഉണ്ടോ? 1 2 3 4 5 ഇല്ല. ആൻസർ ഫാൾസ്. അപ്പൊ എന്താ ചോദിക്കുന്നത്? 6 ഇൻ നമ്പേഴ്സ് 6 നമ്പേഴ്സിൽ ഉണ്ടോ? നോ. 3 ഇൻ നമ്പേഴ്സ് ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഈഫ് ഒക്കെ വെച്ചാണ് ആൻലൈ ചെയ്യല്. അത് നമ്മൾ അപ്പോൾ ഒന്നും കൂടി ഇപ്പൊ അത് മനസ്സിലാക്കി അവിടെ എത്തുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. 3 ഇൻ നമ്പേഴ്സ് ഉണ്ട്. യെസ്, ട്രൂ. നോക്കുക മൂന്നാമത്തെ 1 2 3 6 നമുക്ക് ഇന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തൊരു ഇന്നും കൂടി നോക്കാം. ഫ്രൂട്ട്സിൽ ആപ്പിളും ഉണ്ട് ബനാന ഉണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട് ഈസ് മാംഗോ ഇൻ ഫ്രൂട്ട്സ്? ഈ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ മാംഗോ ഉണ്ടോ? ഫോൾസ്. ഈസ് അപ്പൊ ഇൻ ഓപ്പറേറ്റർ മനസ്സിലായില്ല. അതിലുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും, അതിലില്ലെങ്കിൽ ഫാൾസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോട്ട് ഇൻ. നമ്മളവിടെ ഈസ് നോട്ട് എന്ന് പറഞ്ഞില്ല, അതേമാതിരി തന്നെ ഇന്ന് കൂടെ നോട്ട് ഇന്ന് ആലോചിക്കുമ്പോൾ പറയുമ്പോ ഈസ് കഴിഞ്ഞിട്ടാണ് നോട്ട് വരുന്നത് ഈസ് നോട്ടില്. പക്ഷെ മെമ്പർഷിപ്പ് പറയുമ്പോൾ മുന്നിലാണ് വരുന്നത് നോട്ട് ഇൻ. ഞാൻ അങ്ങനെയൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓപ്പറേറ്റർ നമുക്ക് മനസ്സിലാതിലുണ്ടോ? നോട്ട് ഇന്ന് മുന്നിൽ വരും. നോട്ട് ഇന്ന് പറഞ്ഞാൽ അതിലില്ലെങ്കിൽ. അപ്പൊ ഞാൻ പറയണേ നോട്ടിന്റെ എക്സാമ്പിൾ പറയണേ 6 നോട്ട് ഇൻ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞത് അതാണ് അതിന്റെ ശരി. 6 നോട്ട് ഇൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 6 നമ്പേഴ്സിൽ ഇല്ല. ഞാൻ പറയുന്നത് ശരിയാണല്ലേ? 6 നമ്പേഴ്സിൽ ഇല്ല, ട്രൂ ആണ്. 6 നമ്പേഴ്സിൽ ഇല്ല. മറ്റോട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 6 നമ്പേഴ്സിൽ ഇല്ല എന്ന് ട്രൂ ആണ്. ഞാൻ പറയാം 3 നോട്ട് ഇൻ നമ്പേഴ്സ്. 3 നമ്പേഴ്സ് എന്ന ഈ ലിസ്റ്റിൽ ഇല്ല. ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം എന്താ? 3 അതിലുണ്ട്. അപ്പൊ അത് ഫാൾസ് ആയി. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നതാണ് ബൂളിയൻ ചെക്ക് ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ. ഈസ് നമ്മളെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആപ്പിൾ ബനാന. ഈ മാംഗോ നോട്ട് ഇൻ ഫ്രൂട്ട്സ്. മാംഗോ എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നോട്ട് ഇൻ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിൽ ഇല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിൽ ആപ്പിളും ബനാനയും ഉള്ളത്. ഞാൻ പറയണേ ആപ്പിൾ നോട്ട് ഇൻ ഫ്രൂട്ട്സ്. ആപ്പിൾ ഫ്രൂട്ട്സിൽ ഇല്ല. അത് ഞാൻ പറയുന്നത് തെറ്റാണ്. ആപ്പിൾ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിലുണ്ട്. നോക്കി, ആപ്പിൾ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ നോക്കുക. ഇത് സിമ്പിളായിട്ട് ഒന്നും മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. നമ്മൾ വീഡിയോ ഉൾപ്പെടെ ഒരു ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സിമ്പിളാണ്. ഇത്ര ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.